എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 7ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വള്ളുവനാടിൻ്റെ പരദേവതയായ തിരുമാന്താംകുന്നിലമ്മയുടേതാണ്. പണ്ട് സൂര്യവംശത്തിലെ മാന്ധാത മഹർഷി പരമശിവനെ പ്രീതിപ്പെടുത്താനായി കഠിന തപസ് ചെയ്തു. തപസ്സിൽ പ്രസന്നനായ ശിവൻ പാർവതീദേവി പൂജിച്ചിരുന്ന അതീവ ചൈതന്യമുള്ള ശിവലിംഗം മഹർഷിക്ക് സമ്മാനിച്ചു. ഇതറിഞ്ഞ് കടുത്ത വിഷമത്തിലായ പാർവതീദേവി തൻ്റെ വിഗ്രഹം വാങ്ങാനായി ഭദ്രകാളിയെയും കാട്ടുനായ്ക്കളുടെയും ഒരു വലിയ പടയെയും മഹർഷിയുടെ അടുത്തേക്ക് അയച്ചു. ഭദ്രകാളിയും പടയും വിഗ്രഹം പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ മഹർഷിയുടെ കൂടെയുള്ള ഭക്തരും കാട്ടുനായ്ക്കളും തമ്മിൽ വിഗ്രഹത്തിനായി വലിയൊരു പിടിവലി നടന്നു. ഒടുവിൽ വിഗ്രഹം രണ്ടായി പിളർന്നു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ സാക്ഷാൽ ദേവി തന്നെ അവിടെ പ്രത്യക്ഷമാവുകയും ആ വിഗ്രഹത്തിൽ ലയിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ പിടിവലിയിൽ വിഗ്രഹത്തിനുണ്ടായ വലിയൊരു പിളർപ്പ് ഇന്നും ഇവിടെ കാണാൻ സാധിക്കും. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ വഴിപാടാണ് മംഗല്യപൂജ. വിവാഹ തടസ്സങ്ങൾ മാറാൻ ഇവിടെ വന്ന് പൂജ നടത്തിയാൽ 7 മാസങ്ങൾക്കുള്ളിൽ വിവാഹം നടക്കുമെന്നാണ് ദൃഢമായ വിശ്വാസം. ഇതുകൂടാതെ ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് ചാന്താട്ടം. വിഗ്രഹത്തിൻ്റെ കേടുപാടുകൾ തീർക്കാനും ദേവിയുടെ ചൈതന്യം കൂട്ടാനുമായി അതീവ രഹസ്യമായി തയ്യാറാക്കുന്ന പ്രത്യേക ഔഷധക്കൂട്ട് വിഗ്രഹത്തിൽ ചാർത്തുന്ന ചടങ്ങാണിത്. ശത്രുദോഷം മാറാനും വിഘ്നങ്ങൾ നീക്കാനുമായി നടത്തുന്ന വിചിത്രമായ മറ്റൊരാചാരമാണ് 12,000 തേങ്ങേറ്. ഒരൊറ്റ ദിവസം കൊണ്ട് 12,000 തേങ്ങകൾ ഭഗവാന്റെ നടയിൽ അടച്ചുടയ്ക്കുന്ന വലിയൊരു വഴിപാടാണിത്. കൂടാതെ കടുത്ത ദോഷങ്ങൾ മാറാൻ രാത്രിയിൽ നടത്തുന്ന വലിയ കുരുതിയും ഇവിടുത്തെ പ്രത്യേകതയാണ്. മീനമാസത്തിൽ നടക്കുന്ന പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ദേവി ശ്രീകോവിലിന് പുറത്തേക്ക് എഴുന്നള്ളിയാൽ നാട് മുഴുവൻ ചുറ്റി 7 ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ ശ്രീകോവിലേക്ക് പ്രവേശിക്കുകയുള്ളെന്നും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. കേരള ചരിത്രത്തിൽ ചോഴിയൊരുക്കിയ മാമാങ്ക മഹോത്സവമായി തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന് വലിയ ബന്ധമുണ്ട്. മാമാങ്കത്തിന് പോരാടാനിറങ്ങുന്ന ചാവേർ പടയാളികൾ മരിക്കാൻ ഉറച്ച് യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായി വന്ന് തൊഴുത് അനുഗ്രഹം വാങ്ങിയിരുന്നത് തിരുമാന്താംകുന്നിലമ്മയുടെ നടയിലായിരുന്നു. ചരിത്രവും പുരാണവും വിചിത്രമായ ആചാരങ്ങളും ഒരുപോലെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണിത്. മലപ്പുറത്തിൻ്റെ കാവൽ വിളക്കായ തിരുമാന്താംകുന്നിലമ്മയുടെ ഈ ചരിത്രവും അപൂർവ ആചാരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 8ാം ദിനമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.